ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ സ്പെഷ്യൽ ഇടിയപ്പമായിട്ടാണ് വന്നിട്ടുള്ളത്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവുന്ന രീതിയിലുള്ള ഒരു ഇടിയപ്പമായിരിക്കും ഇത്. ഇവിടെ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് വൈകുന്നേരങ്ങളിലൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് വറുക്കാത്ത അരിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ വറുക്കാത്തതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിന് യൂസ് ചെയ്യാം. പിന്നെ അതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചോക്ലേറ്റ് നൂൽപുട്ടാണ് നമ്മളിവിടെ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ നൂൽപുട്ടിൻ്റെ പൊടി ഉണ്ടാവുമല്ലോ, അതാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിന് നമുക്ക് ചുടുവെള്ളമൊക്കെ ഉണ്ടാക്കിയെടുക്കണം. നൂൽപുട്ടിൻ്റെ പൊടിയാണെന്നുണ്ടെങ്കിൽ പച്ചവെള്ളത്തിൽ തന്നെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഞാനിവിടെ വറുക്കാത്ത അരിപ്പൊടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിലേക്ക് നന്നായിട്ട് തിളച്ചിട്ടുള്ള വെള്ളമാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ തിളപ്പിക്കുന്ന സമയത്ത് ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ളത്തിൻ്റെ അളവ് ഞാൻ കറക്റ്റ് പറയുന്നില്ല, നമുക്ക് അറിയാമല്ലോ എത്ര വേണ്ടി വരും, അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നല്ല സോഫ്റ്റായിട്ട് നമ്മൾ നൂലപ്പത്തിനൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ നല്ല സോഫ്റ്റായിട്ട് നമുക്കിത് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ഈ പൊടിയിലേക്ക് ഉപ്പ് നമ്മൾ വെള്ളത്തിൽ ഇട്ട് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പൊടിയിലേക്ക് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. കൊക്കോ പൗഡറൊക്കെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഉപ്പിട്ട് കൊടുത്താലും മതി. അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ്. നല്ല സോഫ്റ്റ് ആവുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇങ്ങനെ ഒരു ചോക്ലേറ്റ് നൂലപ്പമൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ നൂലപ്പം, ഇടിയപ്പം, നൂൽപുട്ട് എന്നൊക്കെ പറയുമല്ലോ ഇതിന്. അതായത് ഞാൻ ഇടയ്ക്ക് നൂലപ്പം, ഞങ്ങളെവിടെയൊക്കെ നൂലപ്പം എന്നൊക്കെയാണ് പറയാറ് കേട്ടോ. നൂൽപുട്ട്, നൂലപ്പം എന്നൊക്കെയാണ് ഇവിടെ പറയാറ്. ഇടിയപ്പം എന്ന് പറയുന്ന ഏരിയ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഇടിയപ്പം എന്ന് പറഞ്ഞത്. എന്നിട്ട് നമുക്കിതൊരു 7 ആയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ സാധാരണ ഇടിയപ്പത്തിനൊക്കെ ചെയ്യുന്ന പോലെ ആക്കി കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഇഡ്ഡലിത്തട്ടിലാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇഡ്ഡലിത്തട്ടൊക്കെ ഒന്ന് വെളിച്ചെണ്ണ പുരട്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, പെട്ടെന്ന് അടർന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിലേക്ക് ഇത് പീച്ചി കൊടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങ ചേർത്ത് കൊടുക്കുക, അടിയിലും മേലേക്കായിട്ട് തേങ്ങ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ തേങ്ങയൊന്നും ചേർക്കുന്നില്ല, നേരെ അങ്ങ് പീച്ചി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ മേലെയായിട്ട് കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടെ ആവുമ്പോൾ അത് ഇനി ചൂടാവുമ്പോൾ നന്നായിട്ട് മെൽട്ടായിട്ട് വരും. അതും കൂടെ ഇതിലേക്ക് വരുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ മേലെയായിട്ട് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നേരെ ആവിയിലങ്ങ് വേവിച്ചെടുത്താൽ മതി. സാധാരണ ഇടിയപ്പമൊക്കെ ചുട്ടെടുക്കുന്ന പോലെ ആവിയിലങ്ങ് വേവിച്ചു കൊടുക്കാം. ഒരു 8 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് റെഡിയായി കിട്ടും. അപ്പോൾ നമുക്ക് ആക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചോക്ലേറ്റൊക്കെ നന്നായിട്ട് മെൽട്ടായത് കണ്ടില്ല, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുമുണ്ട്. ഇനി നമുക്കിത് പുറത്തേക്ക് എടുത്തിട്ട് കാണിച്ചു തരാം. ഇങ്ങനെ ഓരോന്നായിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വൈകുന്നേരങ്ങളിലൊക്കെ കുട്ടികൾക്ക് ട്രൈ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നല്ല റെസിപ്പിയാണ്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ല റെസിപ്പിയായിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക്